The Real FM 103.6. കല്ലായി പുഴയൊരു മണവാട്ടി, കടലിന്റെ പുന്നാര മണവാട്ടി. കവിതകളിലും സിനിമാ പാട്ടുകളിലുമൊക്കെ സുന്ദരിയായും മണവാട്ടിയായും ഒഴുകിയ കല്ലായിപ്പുഴ ഇന്ന് പക്ഷേ കോഴിക്കോട് നഗരത്തിന്റെ സകല മാലിന്യങ്ങളും പേറിയാണ് അറബിക്കടലിൽ ചെന്നെത്തുന്നത്. ഏറ്റവും ഒടുവിലിതാ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ 2023 റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏറ്റവും മലിനമായ നദിയെന്ന പേരും കല്ലായിപ്പുഴയ്ക്ക് കിട്ടുകയുണ്ടായി. മാലിന്യത്തോടൊപ്പം കയ്യേറ്റവും ചെളിയടിഞ്ഞുകൂടുന്നതുമൊക്കെ കോഴിക്കോട് നഗരത്തിലെ ഏക പുഴയായ കല്ലായി നേരിടുന്ന ദുരിതങ്ങളാണ്. മാലിന്യ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഇത്രയായിട്ടും കല്ലായിപ്പുഴയെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൽ കല്ലായിപ്പുഴ സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി ഫൈസൽ പള്ളിക്കണ്ടിയുടെ പ്രതികരണത്തോടെ ഇന്നത്തെ ശ്രദ്ധ ആരംഭിക്കുന്നു. കല്ലായിപ്പുഴ സംരക്ഷണ സമിതി എന്നൊരു സമിതി ഇവിടെ പ്രവർത്തിച്ചിട്ട് വർഷങ്ങളായി കല്ലായിലെ ഈ പുഴയുടെ കയ്യേറ്റങ്ങൾ, പുഴയിൽ മാലിന്യങ്ങൾ തള്ളുന്നതും സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു, കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. പക്ഷെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ട് പോലും ഒരു നടപടികൾ സ്വീകരിക്കാതെ ഈ പുഴയെ നാശത്തിന്റെ വക്കിലെത്തിച്ചത് പ്രധാനമായിട്ടും ഉദ്യോഗസ്ഥ ലോബി തന്നെ. കാരണം കല്ലായിൽ നേരത്തെ മരവ്യവസായവും കല്ലായി പുഴയും ഉണ്ടായിരുന്നു. ഇന്ന് കല്ലായിൽ മരവ്യവസായവും കല്ലായി പുഴയില്ലാത്ത കോലത്തിൽ പുഴയെയും വ്യവസായത്തെയും നശിപ്പിച്ചിരിക്കുക. പുഴയുടെ തീരത്ത് ഫ്രണ്ടിൽ 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് ഒഴിഞ്ഞു കിടക്കുന്ന പുഴ തീരങ്ങളാണെങ്കിൽ ഇന്ന് ഈ പുഴ തീരത്തൊക്കെ വ്യാപകമായിട്ട് കയ്യേറിയിട്ട് കെട്ടിടങ്ങൾ പണിതിട്ട് പുഴയെ പറകിലാക്കിയിട്ട് അവിടെ മാലിന്യങ്ങൾ തള്ളാനുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റി. ഇത് കണ്ടിട്ടും നടപടി സ്വീകരിക്കാത്ത ഉദ്യോഗസ്ഥന്മാരാണ്. ശരിക്കും അവർക്കെതിരെ പോലും നടപടി എടുക്കണം എന്നുള്ളതാണ്. അതിനൊരു പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ളത്, ഇന്ന് പുഴ 2 മീറ്റർ ഉയരത്തില് പുഴയിൽ മാലിന്യങ്ങൾ ചളിയും വന്ന് അടഞ്ഞിരിക്കുക, 3 കിലോമീറ്റർ നീളം. നമ്മുടെ ഇന്ന് കനോലി കനാലിൽ നിന്നും അത് കോഴിക്കോട് നഗരത്തിലെ മുഴുവൻ വെള്ളവും ഒഴുകി കല്ലായിപ്പുഴയിലേക്ക് എത്തുന്നത്. മലിന വെള്ളം അടക്കം ഒഴുകിയിട്ട് കനോലി കനാലിലൂടെയാണ് കല്ലായിപ്പുഴയിൽ കൂടെ അറബിക്കടലിലേക്ക് എത്തിച്ചേരുന്നത്. ഇന്ന് കനോലി കനാല് താഴ്ന്നിട്ടും കല്ലായിപ്പുഴ ഉയർന്നിട്ടാ. ശരിക്കും പുഴ കുടിവെള്ളമായിട്ടും ജലസ്രോതസ്സായിട്ട് ഒഴുക്കേണ്ട പുഴയെ മാലിന്യത്തിന്റെ പുഴയാക്കാൻ കോഴിക്കോട് നഗരത്തിൽ മുഴുവൻ ഓടകളും തിരിച്ചു വച്ചിരിക്കുന്നത് കല്ലായിപ്പുഴയിലേക്ക്, കനോലി കനാൽ ലിങ്ക് ചെയ്തിട്ടാണ് കല്ലായിപ്പുഴയിലേക്ക് വരുന്നത്. നമ്മുടെ മാവ് റോഡ് അടക്കമുള്ള സ്ഥലങ്ങളിലുള്ള മലിനജലം, അതേപോലെ ഹോസ്പിറ്റലിൽ നിന്നുള്ള വെള്ളം, ഇതെല്ലാം പുഴയിലൂടെയാണ് ഒഴുകുന്നത്. നമ്മുടെ പുഴയിലുള്ള വെള്ളം കനോലി കനാലിൽ നിന്നും ബ്ലാക്ക് വാട്ടർ ആയിട്ടാണ് വരുന്നത്. ഓക്സിജന്റെ കണ്ടന്റ് വർഷങ്ങളായിട്ട് കുറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും ഒരു പരിഹാരങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. കയ്യേറ്റങ്ങൾക്കെതിരെ ഞങ്ങൾ ശക്തമായിട്ട് കോടതിയിൽ വാദിച്ചു. ഹൈക്കോടതി പറഞ്ഞു 2020 കല്ലായിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചിട്ട് നടപടിയെടുക്കണമെന്ന്. വിധി വന്നിട്ട് 2 വർഷം കഴിഞ്ഞു. 3ാമത്തെ വർഷത്തിലേക്ക് ലാഗ് ചെയ്ത് പോവാന്നല്ലാതെ നടപടികളിലേക്ക് പോകുന്നില്ല. കാരണം ഒന്നാമതായിട്ട് കയ്യേറ്റം ഒഴിപ്പിച്ചാൽ തന്നെ കല്ലായിലുള്ള മാലിന്യങ്ങൾ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റും. കല്ലായിലുള്ള സർക്കാരിന്റെ ഭൂമികളിലൂടെ സർക്കാരിന് കോടിക്കണക്കിന് റവന്യൂ വരുമാനം പോലും ഇതിലൂടെ നഷ്ടപ്പെടുന്നുണ്ട്. ഈ ഭൂമികളെല്ലാം സർക്കാർ തിരിച്ചു പിടിക്കുക. ഈ ഭൂമിയുടെ മറവിലാണ് പുഴയിൽ വ്യാപകമായിട്ട് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുന്നത്. നമ്മുടെ സാംസ്കാരിക നായകന്മാർ പോലും ഈ കല്ലായിപ്പുഴയുടെ രോദനം കേട്ടിട്ട് ശബ്ദിക്കാനില്ല എന്നുള്ള. ഇത് ആർക്ക് വേണ്ടിയിട്ടെന്ന, പിന്നെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? കാരണം കഴിഞ്ഞ തലമുറ ഈ തലമുറക്ക് വേണ്ടി കാത്തു വെച്ചിട്ട് തന്നതാണ് കല്ലായിപ്പുഴ. അടുത്ത തലമുറക്ക് വേണ്ടിയിട്ട് കല്ലായിപ്പുഴയെ കൊടുക്കാൻ നമ്മുടെ മുമ്പിൽ എന്താണുള്ളത്? കല്ലായിപ്പുഴയെ വീണ്ടെടുക്കാൻ മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കുന്നതോടൊപ്പം തന്നെ പുഴയുടെ തീരവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജനകീയ സമിതികൾക്കും രൂപം കൊടുക്കേണ്ടതുണ്ട്. പരിസ്ഥിതി പ്രവർത്തകനും സംസ്ഥാന വനമിത്ര പുരസ്കാര ജേതാവുമായ വടയക്കണ്ടി നാരായണൻ. പർവ്വതനിരയുടെ പനിനീര് എന്നാണ് കേരളത്തിലെ നദികളെ കവികൾ വാഴ്ത്തിയിട്ടുള്ളത്. നമുക്ക് 44 നദികളുണ്ട്. കൂടുതൽ കിട്ടുമ്പോൾ അതിന് വിലയില്ലാതാകുന്നത് പോലെ തന്നെയാണ് കേരളത്തിലെ നദികളുടെ അവസ്ഥ. സ്വാഭാവികമായ ആവാസ വ്യവസ്ഥ ഇല്ലാതായിരിക്കുന്നു കേരളത്തിലെ നദികളിൽ. ഓക്സിജന്റെ അളവ് വളരെ കുറഞ്ഞിരിക്കുന്നു. മാലിന്യത്തിന്റെ വിസർജ്യങ്ങളുടെയൊക്കെ അളവ് അതിന്റെ അനുവദനീയമായ പരിധിയിൽ നിന്ന് എത്രയോ ഇരട്ടി കൂടുതൽ. എല്ലാ ജലാശയങ്ങളും മലിനമാണ്. നമ്മുടെ ജലാശയങ്ങളിൽ കുളിച്ചാൽ കുട്ടികൾ മരിച്ചു പോകുന്ന, അസുഖം പിടിപെടുന്ന രീതിയിലേക്ക് നമ്മുടെ ജലാശയങ്ങൾ എത്തിയിരിക്കുന്നു. രാസമാലിന്യം കലർന്ന് പെരിയാറിലെ ഒരുപാട് മീനുകൾ ചത്തു പൊങ്ങിയത് നമ്മൾ കണ്ടു. കോഴിക്കോട് നഗരത്തിലൂടെ ഒഴുകുന്ന ഏക നദിയായ കല്ലായിപ്പുഴ, അതില് ഒരു കാലത്ത് തടിമില്ലുകൾ ധാരാളം പ്രവർത്തിച്ചിരുന്ന ഒരു കാലത്ത് പോലും ഇത്രയധികം മാലിന്യം ആ പുഴയിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് അത് കുളിക്കാനെന്നല്ല, ഒന്ന് തൊട്ടു നോക്കാൻ പോലും നമുക്ക് കഴിയാത്ത രീതിയിൽ. തൊട്ടു നോക്കിയാൽ
ചൊറിച്ചിൽ വരുന്ന രീതിയിൽ അത്രയും മലിനമായിരിക്കുന്നു. പല സ്ഥാപനങ്ങളും നേരിട്ട് മാലിന്യം നദിയിലേക്ക് ഒഴുക്കുന്ന അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യം ഇപ്പൊ തന്നെ പറയപ്പെടുന്നത് കടലിലെയും പുഴകളിലെയും ഒക്കെ മത്സ്യങ്ങളിൽ നാനോ പ്ലാസ്റ്റിക്കിന്റെ അംശം കാണപ്പെടുന്നു എന്നാണ്. അതാണ് നമ്മൾ കഴിക്കേണ്ടി വരുന്നത്. അപ്പൊ ഇങ്ങനെ മലിനമായിരിക്കുന്ന ഈ കല്ലായിപ്പുഴയായാലും മറ്റ് കേരളത്തിലെ പുഴകളായാലും എല്ലാം തന്നെ നമുക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട്. അതിനായി നദീതീരവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമിതികൾ വേണം. അതിന് സർവേകൾ നടത്തണം, ബോധവൽക്കരണം വേണ്ടതുണ്ട്. പലരും മാലിന്യം വലിച്ചെറിയുന്നത് മാലിന്യം മറ്റെന്ത് ചെയ്യും എന്നറിയാത്തത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കണം. പുഴയിലേക്ക് വലിച്ചെറിയാതെ മാലിന്യങ്ങൾ എങ്ങനെ സംസ്കരിക്കാമെന്ന് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയും അത് സംസ്കരിക്കാൻ വേണ്ടി ഏറ്റെടുക്കാൻ ഭരണാധികാരികൾ തയ്യാറാവുകയും വേണം. കർശനമായ നിയമ നടപടികൾ ഉണ്ടാവണം. അതുപോലെ തന്നെ ജനകീയ മോണിറ്ററിംഗ് സമിതികൾ വേണം. നമ്മൾ ഇതൊക്കെ രൂപീകരിച്ച് മാലിന്യം ഇല്ലാതാക്കി നദികളെ നന്നാക്കി കൊണ്ടുവന്നാൽ തന്നെ അതിനെ മോണിറ്റർ ചെയ്യാനുള്ള ജനകീയ മോണിറ്ററിംഗ് സമിതികൾ ഉണ്ടാവും. കല്ലായിപ്പുഴയുടെ ആഴം കൂട്ടുന്നതിനും അതിലെ ചെളി നീക്കം ചെയ്യുന്നതിനും വൃത്തിയാക്കുന്നതിനും ഇതുവരെയായി 15 കോടിയിലധികം രൂപ കോഴിക്കോട് കോർപ്പറേഷൻ വകയിരുത്തിയിട്ടുണ്ട്. ഇതിനായുള്ള ടെൻഡർ കഴിഞ്ഞെങ്കിലും പ്രവൃത്തി തുടങ്ങുന്നതിനുള്ള നടപടികൾ ഇനിയും പൂർത്തിയായിട്ടില്ല. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് നമ്മുടെ കല്ലായിപ്പുഴയിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ചെളി, എക്കല്, മരത്തടികള്, മറ്റു മാലിന്യങ്ങൾ എന്നിവ അപ്പൊ കല്ലായിപ്പുഴയ്ക്ക് ആഴം കൂട്ടാതെ കനോലി കനാലിലെ ഒഴുക്ക് സുഗമമാക്കാൻ നമുക്ക് പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് 2021 സർക്കാർ കടുപ്പിനി മുതൽ കോതി വരെ 4.2 കിലോമീറ്റർ ഇങ്ങനെ കല്ലായിപ്പുഴ വൃത്തിയാക്കാനുള്ള ഭരണ അനുമതി സർക്കാർ തന്നിരുന്നു. പക്ഷെ അതിന്റെ സാധ്യതകളെ പറ്റി അന്വേഷിച്ചിട്ടും അത് ഡ്രഡ്ജ് ചെയ്യണോ അതല്ല അതിന്റെ ചെളി കോരിയിടണോ എന്നതിനെ കുറിച്ചുള്ള കുറെ തർക്കങ്ങൾ നടന്ന് ഒടുവിൽ അത് 2021 ഫെബ്രുവരി മാസത്തിൽ ഇതിന് 7.5 കോടി രൂപ വേണം എന്ന എസ്റ്റിമേറ്റ് പ്രകാരം 7.5 കോടി രൂപ ഇറിഗേഷൻ വകുപ്പിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. വീണ്ടും ഒരു ഡിസംബർ 40 ലക്ഷം കൂടി വേണം എന്നവർ പറയുകയും ചുരുക്കത്തിൽ 7.9 കോടി രൂപ കോഴിക്കോട് കോർപ്പറേഷൻ ഈ 21 അവസാനത്തോടുകൂടി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുകയും ചെയ്തു. ഇറിഗേഷൻ ഇത് ഒടുവിൽ തീരുമാനമായി നമുക്ക് ഡ്രഡ്ജിങ് തന്നെ ചെയ്യാം എന്ന്. കാരണം ഇതിനകത്ത് ലെക്കൽ കോരിയാൽ ഇടാൻ നമുക്ക് സ്ഥലമില്ല എന്നതായിരുന്നു പ്രശ്നം. അങ്ങനെ അത് തീരുമാനമായി അവര് ഒരു 6ഓളം പ്രാവശ്യം അത് ടെൻഡർ ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒരാൾ മാത്രം വരും, 2 വട്ടം ഒരാൾ പോലും വന്നില്ല. പിന്നീട് നമ്മൾ ഇത് കോട്ട് ചെയ്ത സമയത്ത് 2 ടെൻഡർ വീണ്ടും നടത്തി. അതിനകത്തൊക്കെ 200% ഇത് ടെൻഡർ കോട്ട് ചെയ്തത്. അതിന് നമുക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. ഈ അടുത്ത് 26/3/24 ഈ മാർച്ച് മാസത്തിൽ ടെൻഡർ ചെയ്തപ്പോ 56.33% കോട്ട് ചെയ്തുകൊണ്ട് 3 പേര് പങ്കെടുത്തു. അവരൊക്കെ പ്രീ ക്വാളിഫൈഡ് ആയിട്ട്, എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഇതുപോലെ എക്കലും ചെളിയും നീക്കി പരിചയമുള്ള പ്രശസ്തമായ കമ്പനികളാണ് ടെൻഡറിൽ പങ്കെടുത്തത്. നമ്മൾ അങ്ങനത്തെ ആൾക്കാരെ വിളിച്ചോളൂ. അങ്ങനെ അവരതിൽ പങ്കെടുത്തപ്പോൾ അവര് 56% അധികം ചോദിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഏതാണ്ട് 5.7 കോടി കൂടി അധികം കൊടുക്കേണ്ടി വരും. കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് അത്യാവശ്യം നമ്മുടെ ഭൂപ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായി നമുക്ക് നമ്മുടെ കല്ലായിപ്പുഴയെ ചെളി നീക്കി ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മുടെ കനോലി കനാലിന്റെ ഒഴുക്കും സുഗമപ്പെടുത്തേണ്ടതുണ്ട്. പല തോടുകളുടെയും ഒഴുക്കും സുഗമപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് കോർപ്പറേഷൻ ആ ഒരു തീരുമാനം കൗൺസിൽ എടുക്കുകയും അത് നമ്മുടെ വകുപ്പ് മന്ത്രിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പണി വേഗം തുടരും എന്ന് തന്നെയാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ പ്രതീക്ഷ. വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഫലമായി കല്ലായിപ്പുഴയിലെ മലിനീകരണ തോത് ഈ വർഷം ഗണ്യമായി കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് കോഴിക്കോട് മേഖല ചീഫ് എൻവയോൺമെന്റൽ എഞ്ചിനീയർ സിന്ധു രാധാകൃഷ്ണൻ. 2023 മെയ്യിൽ വരെ ഒരു 4 മാസം നമുക്ക് ഇതുപോലെ DOD കൂടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഇതിനായിട്ട് പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഒപ്പം പൊല്യൂഷൻ കൺട്രോൾ ബോർഡും നടത്തുകയും കൂടാതെ നമ്മൾ സാമ്പിളിംഗ് നടത്തി അനാലിസിസ് ചെയ്യുന്നുണ്ട്. എല്ലാ മാസത്തിലും ചെയ്യുന്നുണ്ട്. അതിനുശേഷം 2023 ജൂൺ തൊട്ട് ഇപ്പൊ 2024 മെയ് വരെയും നമുക്ക് റിസൾട്ട് വളരെ ഇതിനേക്കാൾ 12 BOD എന്നുള്ള സ്ഥലത്ത് നമുക്ക് 3 BOD എന്ന നിലയിലേക്ക് കുറഞ്ഞെത്തിയിട്ടുണ്ട്. കല്ലായി പാലം എന്നുള്ള ആ ഒരു സ്റ്റേഷനിൽ മാത്രമാണ് 3 BOD കൂടുതൽ കാണുന്നത്. ഇപ്പോൾ ബാക്കി എല്ലാ സ്റ്റേഷനും തന്നെ 3 BOD താഴെയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റുമായിട്ടും എടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് ഡ്രഡ്ജിങ്ങും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ വന്നു കഴിയുമ്പോൾ അത് കുറച്ചും കൂടി മെച്ചപ്പെടും. പിന്നെ അത് കൂടാതെ കോർപ്പറേഷൻ പ്രപ്പോസ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ നിലവിൽ വന്നു കഴിയുകയാണെങ്കിൽ വളരെയധികം മെച്ചപ്പെടും. കാരണം ഈ BOD കാണിക്കുന്നതും പിന്നെ കോളിഫോം ബാക്ടീരിയ കാണിക്കുന്നതും സ്യൂവേജിന്റെ ഡിസ്ചാർജ് ഈ പുഴയിൽ എത്തുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് സ്യൂവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ കൂടുതൽ വരിക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്.
തൊണ്ണൂല് കനാലിലേക്ക് നിരവധി കോർപ്പറേഷൻ ഡ്രെയിനുകൾ എത്തുന്നുണ്ട്. മഴവെള്ളം ഒഴുകി പോകാൻ ഉദ്ദേശിച്ചുള്ള ഡ്രെയിനുകളാണ് ഇതെല്ലാം. അപ്പം ഈ ഡ്രെയിനിലേക്ക് ഓരോ സ്ഥാപനങ്ങളായിട്ട് തുറന്നു വിടുന്ന ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഡിസ്ചാർജ് ഒരുപാട് വരുന്നുണ്ട്. ഒന്നുകിൽ ഇൻഡിവിജ്വൽ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ആയിരുന്നു, അല്ലെങ്കിൽ കോർപ്പറേഷൻ പ്രപ്പോസ് ചെയ്യുന്ന പോലെ എല്ലാം കളക്ട് ചെയ്ത് ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ കൊണ്ടുപോയി അത് ട്രീറ്റ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കണം. കോഴിക്കോട് നഗരത്തിന്റെ സകല മാലിന്യങ്ങളും പേറുന്ന കല്ലായിപ്പുഴയിലെ ചളി നീക്കം ചെയ്യാനും ആഴം കൂട്ടി ഒഴുക്ക് വർദ്ധിപ്പിക്കാനുള്ള നടപടികളാണ് ഇനി വേണ്ടത്. നേരത്തെ ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടും ചെലവിൽ വലിയ വർധനവ് വന്നതാണ് കല്ലായിപ്പുഴ നവീകരണ പദ്ധതിയെ പ്രതിസന്ധിയിലാക്കിയത്. ഒഴുക്ക് സുഗമമാകുന്നതോടെ പുഴയിലെ മാലിന്യ പ്രശ്നത്തിനും പുഴയോരത്തെയും നഗരത്തിലെയും വെള്ളക്കെട്ടുകൾക്കും കൂടി പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കല്ലായിപ്പുഴ മാത്രമല്ല, മലിനമായ എല്ലാ പുഴകളും ജലാശയങ്ങളും ശുദ്ധീകരിക്കുകയും സംരക്ഷിക്കുകയും വേണം. ഒരു പുഴ പോലും നമുക്ക് പുനർനിർമ്മിക്കാൻ സാധ്യമല്ല എന്നത് ഒരു വസ്തുതയാണ്. അതിനാൽ ഉള്ളതിനെ സംരക്ഷിക്കുകയെങ്കിലും ചെയ്യാം വരും തലമുറയ്ക്കായി. ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ.